மூணாறில் போக்குவரத்து நெரிசலுக்கு தீர்வு காண்பதற்காக புதிய மேம்பாலம் கட்டப்படுகிறது. அடிப்படை வசதிகள் அதிகப்படுத்துவதின் பாகமாக அமைச்சர் KN பாலகோபால் மூணாறை பார்வையிட்டார். அரசு கல்லூரிக்கு புதிய கட்டிடம் கட்டப்படும் என்றும் அமைச்சர் தெரிவித்துள்ளார். சுற்றுலா பயணிகள் அதிகமாக வந்து செல்லும் மூணாறில் போக்குவரத்து நெரிசலை தவிர்ப்பதற்கு கிஃபியின் உதவியுடன் மேம்பாலம் கட்டப்படுகிறது. மேம்பாலம் கட்டுவதற்கான நடவடிக்கைகள் உடனடியாக நிறைவு செய்யப்படும் என்று നിതിത്തുறை அமைச்சர் KN ബാലഗോപാൽ കൂറിനാർ. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പ്രൊജക്റ്റ് പൈപ്പ് ലൈനിലാണ്. ഒന്ന്, നേരത്തെ കിഫ്ബിയുടെ ഫണ്ട് തന്നെ ഉപയോഗിച്ചിട്ട് ഈ ടൗൺ വളരെ ചെറിയ ടൗണാണ്, യാത്രാ സൗകര്യം വളരെ കുറവാണ്. 100 വർഷത്തിന് മുമ്പുള്ള റോഡുകളുടെ സൗകര്യവും വീതിയൊക്കെ ഉള്ളൂ. അപ്പോൾ അവിടെ ഒരു ഫ്ലൈ ഓവറിൻ്റെ സജഷൻ നേരത്തെ ഉണ്ട്. രണ്ട് കണക്ട് ചെയ്ത് ഫ്ലൈ ഓവർ വന്നാൽ ടൗണിനകത്തെ കുരുക്ക് കുറച്ച് കുറയും. അപ്പോൾ ആ ഫ്ലൈ ഓവറിൻ്റെ കാര്യം വളരെ പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കാൻ വേണ്ടി കൂടിയാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു ലോക്കൽ വലിയ ആവശ്യമാണ്. അത് നോക്കിയിട്ട് അടിയന്തരമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിക്കും. മഴവെള്ളത്തിൽ അടിത്തു செல்லப்பட்ட மூணார் அரசு கலைக்கல்லூரிக்கு புதிய கட்டிடம் கட்டப்படும். இன்ஜினியரிங் கல்லூரியை கூடுதல் தரம் உயர்த்துவதற்கான நடவடிக்கை அரசு எடுத்து வருவதாகவும் மூணாருக்கு ஏற்ற புதிய கோர்ஸுகள் கல்லூரியில் தொடங்கப்படும் என்றும் அவர் கூறினார். பல பகுதிகளில் வளர்ச்சி நடைமுறைப்படுத்துவதன் ஆலோசனையின் பாகமாக மூணாறில் இன்ஜினியரிங் கல்லூரி, கலைக்கல்லூரி, தேவிകുളം அரசு மருத்துவமனை போன்ற இடங்களை அமைச்சர் பார்வையிட்டார். എഞ്ചിനീയറിംഗ് കോളേജിലും തൊട്ടപ്പുറത്ത് ആർട്സ് ആൻഡ് സയൻസ് കോളേജുണ്ട്. ഇവിടെ രണ്ടും ഞങ്ങളൊന്ന് കാണാമെന്ന് വെച്ചത്, ഈ IHRD ഈ CCIKയുടെ നേതൃത്വത്തിലാണ് ഈ കോളേജ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ IHRD ഇത് ഏറ്റെടുക്കുന്ന സംബന്ധിച്ച് ഗവൺമെൻറ് തലത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തലത്തിൽ നേരത്തെ ചർച്ച നടത്തിയിരുന്നു. ധനകാര്യ വകുപ്പും ചർച്ചയിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഈ സൗകര്യങ്ങളൊക്കെ കാണാൻ ഇതൊക്കെ ഏറ്റെടുക്കാൻ പോകും. എന്തൊക്കെ ഇവിടെ ഫർദറായിട്ട് ചെയ്യാൻ പറ്റും, കാരണം വലിയൊരു ക്യാമ്പസാണ്, വളരെ പഴക്കമുള്ളതാണ്. മൂന്നാർ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെസ്റ്റിനേഷനാണ്. ടൂറിസം, ക്ലൈമറ്റിൻ്റെ ഏറ്റവും നല്ല കാലാവസ്ഥയുള്ള സ്ഥലം. അപ്പോൾ അങ്ങനൊരു സ്ഥലത്ത് ഈ കോളേജിനെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുക, ഭാവിയിൽ ഇവിടെ കൊണ്ടുവരാൻ പറ്റുന്ന സാധ്യതകളൊക്കെ ധാരാളം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പിന്നെ എന്തായാലും ഈ കോളേജ് കുറച്ചുകൂടെ സ്ട്രെങ്തൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെൻറ് ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ സംബന്ധിച്ച് അത് പുതിയ കെട്ടിടമാണ് അവരുടെ ആവശ്യം. നേരത്തെ വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു പോയതാണ്. അപ്പോൾ അതിന് ഏറ്റവും അടിയന്തരമായിട്ട് അവിടെ കെട്ടിടം നിർമ്മിക്കും. தேவிകുളം கம்யூனிட்டி ஹெல்த் சென்டருக்கு புதிய கட்டிடம் கட்டுவதற்கான நடவடிக்கைகள் எடுத்து வருவதாகவும் அவர் கூறினார். அமைச்சருடன் தேவிകുളം MLA അഡ്വക്കേറ്റ് A രാജ, தேவிകുളം ബ്ലോക്ക് പഞ്ചായത്ത് தலைவர் ജിഷ ദിലീപ്, தேவிകുളം പഞ്ചായത്ത് தலைவர் മിൻസി റോബിൻസൺ, പഞ്ചായത്ത് പ്രതിനിധികളും പൽവേறு அரசியல் கட்சி പ്രതിനിധികളും പങ്കെടുത്തனர். ന്യൂസ് ബ്യൂറോ, മൂന്നാർ.